എവരിവൺ വെൽക്കം ടു റിയൽ എസ്റ്റേറ്റ് തരുൺ. എനിക്ക് വരുന്നൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോയിൽ ക്വിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നത്. അതിൽ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ദാറ്റ് എൻ്റെ കയ്യിൽ ഒരു 2 crores ഉണ്ടെങ്കിൽ അതൊരു 2 crore ഒരു സിംഗിൾ അപ്പാർട്ട്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ മൾട്ടിപ്പിൾ സ്പ്ലിറ്റ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളത്. സോ ഇതിന് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് എനിക്ക് ഒരു എൻഡ് യൂസ് മാർക്കറ്റ് ആണെങ്കിൽ ദിസ് കൈൻഡ് ഓഫ് മണി വൺ ഷോട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വിൽ മേക്ക് സെൻസ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് മേക്കിംഗ് സെൻസ്, ഇറ്റ്സ് അബൌട്ട് ഓണിങ് ദാറ്റ് പ്ലേസ്. കാരണം നിങ്ങൾ അവിടെ ഒരു 2 to 3 years ഡൗൺ ദ ലൈൻ വന്ന് താമസിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഈ പറഞ്ഞ ലൊക്കേഷനിൽ നമ്മൾ ലൊക്കേഷൻ പ്രിഫറൻസ് ഉണ്ടാവാം, അതിൽ സ്കൂളിന്റെ ഫാക്ടേഴ്സ് ഉണ്ടാവാം, ഹോസ്പിറ്റലിന്റെ ഫാക്ടേഴ്സ് ഉണ്ടാവാം. ഒരു എൻഡ് യൂസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് അതിൽ വരുന്ന സൈസ് മാറ്റർ ചെയ്യും. ഇപ്പോൾ ഒരു 1500 ആയിരിക്കില്ല, എല്ലാവരും ഒരു 1800 to 2000 സ്ക്വയർ ഫീറ്റിന്റെ സൈസിലായിരിക്കും ആൾക്കാർ വാങ്ങാൻ നോക്കുന്നത്. സോ ഇങ്ങനെയുള്ള പ്രോഡക്റ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവൻച്വലി നമ്മുടെ പ്രൈസ് ഏകദേശം ഒരു 1.7 crores പ്ലസിലേക്ക് വരുന്നുണ്ട്. പ്ലസ് രജിസ്ട്രേഷൻ, ടാക്സസ്, GST എല്ലാം കൂടി വരുമ്പോൾ 2 crore മുകളിലേക്ക് പോകുന്നുണ്ട്. ഇതേ സെയിം മോഡൽ നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പാറ്റേണിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സക്സസ് വന്നു എന്ന് വരില്ല. കാരണം മിക്ക ആൾക്കാരും പ്രോപ്പർട്ടി എക്സിറ്റ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നത് ഈ ബൈയിങ് ടീമിനോടൊപ്പം ഇൻവെസ്റ്റ്മെന്റ് പോലെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട്. സോ ഞാനിപ്പോൾ ഒരു വീട് വാങ്ങുന്ന ഒരാളാണെങ്കിൽ ഞാനൊരു അപ്പാർട്ട്മെന്റ് 2 crores എല്ലാ അസ്തെറ്റിക്സും നോക്കി ഇൻവെസ്റ്റ് ചെയ്തു. എൻ്റെ ഫ്രണ്ടും കൂടെ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ ഹി ഡിഡ്ന്റ് ഹാഡ് എനി പ്ലാൻ ടു സ്റ്റേ ദെയർ. പുള്ളി ആക്ച്വലി അവിടെ ഇൻവെസ്റ്റ് ചെയ്തത് ഫാമിലി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കൂടെ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഓൾറെഡി താമസിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഇറ്റ്സ് എ ഗുഡ് വേ ഓഫ് ഇൻവെസ്റ്റിംഗ് ദാറ്റ് കൈൻഡ് ഓഫ് മണി ഇൻ ദിസ് മാർക്കറ്റ്. അല്ലാത്ത ഒരു സിറ്റുവേഷനിൽ ഇത്രയും എമൗണ്ട് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിലൊരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ല, പക്ഷെ ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ഇതിലൊരു ബെറ്റർ വേ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ആ എമൗണ്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ബേസിക് കാൽക്കുലേഷൻ പറയുകയാണെങ്കിൽ 2 crore എന്നുള്ളത് ഒരു 1 crore ആയിട്ട് നിങ്ങൾ പല ലൊക്കേഷനിൽ 2 അപ്കമിങ് ലൊക്കേഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ആക്ച്വലി സ്പ്ലിറ്റ് ദ എൻറ്റയർ തിങ്. ഇത് നമ്മുടെ കംപ്ലീറ്റ് ടേസ്റ്റ്, പ്രിഫറൻസ്, ഫാമിലി പ്രിഫറൻസ്, ഡിസൈൻ എല്ലാം മാറ്റർ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഒരു 70% ഇന്നത്തെ മാർക്കറ്റിലും ബിൽഡേഴ്സ് വരുന്നത് എൻഡ് യൂസേഴ്സിനെ കേറ്റർ ചെയ്യാനാണ്, ഇൻവെസ്റ്റേഴ്സിനെ കേറ്റർ ചെയ്യാനല്ല. സോ അങ്ങനെയുള്ള ഒരു മാർക്കറ്റിൽ കൊണ്ടുപോയി നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് എന്നും പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യുവർ മണി വിൽ ബി ഇവൻച്വലി സ്റ്റക്ക് ബിക്കോസ് there are a lot of taxes coming in, there are a lot of additional costs coming in, there is interior costs coming in, taxes coming in. So ഇതെല്ലാം നമ്മൾ അഡ്രസ് ചെയ്യണം. കാരണം ഇവൻച്വലി നമ്മൾ ഇതെല്ലാം പൈലപ്പ് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ മുകളിൽ നിങ്ങൾ പ്രോഫിറ്റ് വെച്ചിട്ടാണ് എക്സിറ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ കുറച്ച് സെൻസിബിൾ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ജസ്റ്റ് ബിക്കോസ് ഒരു ബിഗ് ബ്രാൻഡ് ലോഞ്ച് ചെയ്തു എന്ന് വെച്ച് അവർക്കും ഒരു ലിമിറ്റ് ഉണ്ട് മാർക്കറ്റിൽ ക്യാപ്പ് കൊണ്ടുവരാൻ വേണ്ടി. ഒരു ബ്ലൈൻഡ് ആയിട്ട് ഒരു ബിഗ് ബ്രാൻഡിൽ കൊണ്ടുപോയിട്ട് അവരുടെ ഒരു എൻഡ് യൂസർ പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് എ റൈറ്റ് വേ. ഇതിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഒരു ബെസ്റ്റ് വേ എന്ന് പറയുന്നത് യു ഫൈൻഡ് ഔട്ട് ആൻ അപ്കമിങ് ഏരിയ. കാരണം ഈ ഒരു തോട്ട് ഒരു ഇൻവെസ്റ്ററിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എൻഡ് യൂസർ അല്ലെങ്കിൽ ഒരു 2 വർഷത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു അപ്കമിങ് ഏരിയ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം അവിടെ ഡെവലപ്പ് ചെയ്ത് വരാൻ ടൈം എടുക്കും. നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും അത് അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും. സോ അങ്ങനെയുള്ളൊരു ലൊക്കേഷൻ ആയിരിക്കില്ല. ബട്ട് ഇൻവെസ്റ്റർ പോർട്ട്ഫോളിയോ വെച്ച് നോക്കുമ്പോൾ യു ഇൻവെസ്റ്റ് ഇൻ ആൻ അപ്കമിങ് ഏരിയ, യു സീ ദ പൊട്ടൻഷ്യൽ. കംപ്ലീറ്റ്ലി ഡ്രൈഡ് ആയിട്ടുള്ള പ്ലേസ് അല്ല, അതൊരു 10 to 15 years ഒക്കെ എടുക്കും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഓൾറെഡി ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത ലൊക്കേഷൻസിൽ മാർക്കറ്റ് പ്രൈസിന് താഴെയായിട്ട് ഇഷ്ടംപോലെ ലോഞ്ചസ് നടക്കുന്നുണ്ടാവും. യു ഗോ ഫോർ ദാറ്റ്. അങ്ങനെയുള്ള ലോഞ്ചസിൽ നിങ്ങൾക്ക് പോകുമ്പോൾ മേജർ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു നല്ല ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടും. ഇപ്പം മേ ബി ഒരു ബ്രാൻഡ് ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്നതും ഒരു എ ഓർ ബി കാറ്റഗറിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് രണ്ട് സ്കില്ലാണ് ആക്ച്വലി. സോ അവരുടെ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ്, അവരുടെ ബ്രാൻഡിങ് കോസ്റ്റിനെല്ലാം ആസ് എൻ ഇൻവെസ്റ്റർ പേ ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും. യു നീഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ കറന്റ് റണ്ണിങ് പ്രൈസ് ദെയർ ആൻഡ് യു നീഡ് ടു ഇൻവെസ്റ്റ് ബിലോ ദാറ്റ്. സോ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ദ കൈൻഡ് ഓഫ് റിട്ടേൺ വാട്ട് യു കുഡ് ഗെറ്റ് വിൽ ബി ഫാർ ബെറ്റർ. രണ്ടാമത് ഏറ്റവും നല്ലൊരു വെച്ചാൽ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അത് എക്സിറ്റ് ചെയ്യാൻ ഫാർ ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്കൊരു 2 crores ഒരു 3 യൂണിറ്റ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില പ്രോഡക്റ്റിന് ചില ഏരിയയിൽ ഫാസ്റ്റർ ഡെവലപ്മെന്റ് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് അണ്ടർ കൺസ്ട്രക്ഷൻ തന്നെ അത് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. ചിലത് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. ചിലയിടത്ത് ഒരു 5 to 6 years നല്ല പൊട്ടൻഷ്യൽ ഉണ്ടാവും, അത് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. സോ ഈ ഒരു സ്പ്ലിറ്റ് ചെയ്യുന്നതുകൊണ്ട് ദ കൈൻഡ് ഓഫ് അപ്രീസിയേഷൻ വിൽ ബി റിയലി ബാലൻസ്ഡ് ഔട്ട്. അതുപോലെ തന്നെ റെന്റലും, ഇഫ് യു സ്പ്ലിറ്റ് ദ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡിഫറെന്റ് മാർക്കറ്റ് യുവർ റെന്റൽ വിൽ മേക്ക് സെൻസ്. സോ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പം ഒരു 50 lakhsന്റെ 4 പ്രോഡക്റ്റ് ഇൻവെസ്റ്റ് ചെയ്തു എന്നിരിക്കട്ടെ. ഒരു 50 lakhന്റെ 1 bed നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 bedന് ഇപ്പോഴത്തെ കൊച്ചിയുടെ മാർക്കറ്റിൽ അറൌണ്ട് 15 to 18,000 അപ് ടു 20,000 വരെ റെന്റ് പോകുന്നുണ്ട്. ഈ സെയിം തന്നെ നമ്മളൊരു 1.5 crore ഒരു 3 bed എടുത്തു കഴിഞ്ഞാൽ
ഈ 20 എന്നുള്ളത് ഒരിക്കലും 60-70 ആവുന്നില്ല. ബിക്കോസ് അഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് ഡിഫറെന്റ് ആണ്. ഇറ്റ്സ് എൻ എൻഡ് യൂസർ മാർക്കറ്റ് വിച്ച് ഇസ് കമ്മിങ് ഇൻ ടു പിക്ചർ. So as an investor, you should be sensible enough to understand where the capital appreciation is happening and also where there is a good scope of rental in future. പിന്നെ ഒരു മേജർ ഇൻവെസ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ദാറ്റ് നിങ്ങൾ ഈ റെന്റൽ എന്നുള്ളൊരു തോട്ടിൽ നിങ്ങൾ പോകരുത്. കാരണം റെന്റൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു 3-4% മുകളിൽ റെസിഡൻഷ്യലി കിട്ടില്ല. ആൻഡ് കൊമേഴ്ഷ്യൽ ആണെങ്കിലും ഒരു 5-6% ആണ് നമുക്ക് കൊമേഴ്ഷ്യലിലും ഇൻവെസ്റ്റ്മെന്റിൽ കിട്ടുന്നത്. സോ നമ്മൾ എപ്പോഴും അതിനെ ഇവൻച്വലി നമ്മൾ പൈസ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ സ്റ്റോക്കായിട്ട് കമ്പയർ ചെയ്യും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇഫ് യു ഹാവ് എ ഗുഡ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഇൻ യുവർ പ്രോഡക്റ്റ്, നിങ്ങൾക്കൊരു നല്ല മാർജിൻ ക്യാപിറ്റൽ അപ്രീസിയേഷനിൽ കിട്ടുന്നുണ്ടെങ്കിൽ ദെൻ യു ആർ നോട്ട് റിയലി ബോതേർഡ് അബൌട്ട് റെന്റൽ. കാരണം നിങ്ങൾക്ക് ആ കിട്ടുന്ന ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഇനഫ് ആണ് ടു ജസ്റ്റിഫൈ ദാറ്റ് 3-4% ഇസ് ഫൈൻ, ബിക്കോസ് യു ഓൾറെഡി ഗെയിൻഡ് ഇറ്റ്. പിന്നെ എക്സിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനും ആയിരിക്കും. സോ ഇതുപോലെയുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ വേണം നിങ്ങൾ ശരിക്കും ഇൻവെസ്റ്റ്മെന്റും എൻഡ് യൂസും അഡ്രസ് ചെയ്യും. കാരണം ഞാൻ അത്രയധികം കസ്റ്റമേഴ്സിനെ കാണുന്നുണ്ട്, ഒരു ജനറൽ ഇൻവെസ്റ്റ്മെന്റ് ട്രെൻഡിൽ പോയി ബ്രാൻഡ് സെർച്ച് ചെയ്ത് അവരുടെ അഡ്വർടൈസ്മെന്റിൽ പോയി എൻഡ് യൂസർ പ്രോഡക്റ്റ് വാങ്ങി കഴിഞ്ഞിട്ട് അവർ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നടക്കുന്നില്ല. പല മാർക്കറ്റിലും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ കൊച്ചിയും ബാംഗ്ലൂരും കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് ഡിഫറെൻ്റ് ആണ്. ബാംഗ്ലൂരിൽ അത്രയധികം ഇൻഫ്ലോ ഓഫ് ആൾക്കാരുള്ളത് കൊണ്ടും സിറ്റിയിലേക്ക് താമസിക്കാൻ അത്രയധികം എംപ്ലോയീസും ഫാമിലി ഷിഫ്റ്റിങ്ങും നടക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു 10 വർഷം കഴിഞ്ഞ പ്രോഡക്റ്റിനാണെങ്കിലും കൈൻഡ് ഓഫ് അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്. സോ മാർക്കറ്റിന്റെ ബേസിസിൽ വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. സോ ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെന്റ് ടിപ്സിനെ കുറിച്ചോ നിങ്ങൾക്ക് അങ്ങനെ തോട്ടിൽ നിങ്ങളുടെ മൈൻഡിൽ ഇതുപോലത്തെ പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും റീച്ച് ഔട്ട്. വി ക്യാൻ ഹാവ് എ ഡിസ്കഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് സ്യൂട്ട്സ് യുവർ പോർട്ട്ഫോളിയോ. കാരണം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എൻഡ് യൂസ് ഇസ് എ ടോട്ടൽ ഡിഫറെന്റ് ഗെയിം. So you have to invest if you are an investor, and if you are a home buyer, then plan it accordingly. Don't mix it. So have a great day.